സാമൂഹിക മാധ്യമങ്ങളിലെ വൈറൽ താരം മൊണാലിസ പോസ്ലെയും മഹാരാഷ്ട്ര സ്വദേശിയും നടനുമായ മുഹമ്മദ് ഫർമാനും തമ്മിലുള്ള വിവാഹം വലിയ വിവാദങ്ങൾക്കാണ് വഴി തുറന്നത്. എന്നാൽ തങ്ങളുടെ വിവാഹത്തെ ലവ് ജിഹാദ് എന്ന മുദ്ര കുത്തുന്നവർക്ക് ശക്തമായ മറുപടിയുമായി ഇരുവരും രംഗത്തെത്തി. വിവാഹം മതം മാറിയല്ല നടന്നതെന്നും മറിച്ച് തങ്ങളുടെ പരസ്പരമുള്ള ഇഷ്ടം കണക്കിലെടുത്താണ് നടന്നതെന്നും മൊണാലിസയും ഫർമാനും വ്യക്തമാക്കി. പൂവാർ അരുമാനൂർ നൈനാർ ക്ഷേത്രത്തിൽ വെച്ചാണ് ഹിന്ദു ആചാരപ്രകാരം ഇരുവരും വിവാഹിതരായത്. ഹിന്ദി മാധ്യമങ്ങൾ ഈ വിവാഹത്തെ ലവ് ജിഹാദ് എന്ന് വിശേഷിപ്പിച്ച് പ്രചാരണം നടത്തിയിരുന്നു. എന്നാൽ ഇതിൽ യാതൊരു സത്യവുമില്ലെന്നും ഹിന്ദു രീതിയിൽ വിവാഹം കഴിക്കണമെന്നത് തന്റെ മാത്രം ആഗ്രഹമായിരുന്നുവെന്നും മൊണാലിസ കൂട്ടിച്ചേർത്തു. മലയാള സിനിമയുടെ ചിത്രീകരണത്തിനിടയിലാണ് ഇരുവരും പരിചയപ്പെട്ടത്. സിനിമയിൽ നായകനായി അഭിനയിച്ച ഫർമാനും മൊണാലിസയും തമ്മിൽ പെട്ടെന്ന് തന്നെ സൗഹൃദത്തിലാവുകയും പിന്നീട് അത് പ്രണയത്തിലേക്ക് വഴിമാറുകയും ചെയ്തു. മൊണാലിസയുടെ വീട്ടുകാർ ഈ ബന്ധത്തെ തുടക്കം മുതലേ എതിർത്തിരുന്നു. മറ്റൊരാളുമായി മൊണാലിസയുടെ വിവാഹം നടത്താനായിരുന്നു ബന്ധുക്കളുടെ തീരുമാനം. ഇതിൽ പ്രതിഷേധിച്ചാണ് ഇരുവരും തമ്പാനൂർ പോലീസ് സ്റ്റേഷനിലെത്തി സംരക്ഷണം തേടിയത്. വിവാഹത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി അറിയിക്കുന്നതായി മൊണാലിസ പറഞ്ഞു. എല്ലാവരുടെയും അനുഗ്രഹം ഉള്ളതുകൊണ്ടാണ് തങ്ങളുടെ ആഗ്രഹം സഫലമായതെന്ന് അവർ വിശ്വസിക്കുന്നു. എന്നാൽ വിവാഹത്തിൽ പങ്കെടുക്കാൻ അച്ഛൻ എത്തിയില്ല എന്നത് അവർക്ക് വേദനയായി. അച്ഛൻ കേരളത്തിലുണ്ടെന്ന് അറിയാമെങ്കിലും വിവാഹത്തിന് എത്താതിരുന്നത് എന്തുകൊണ്ടാണെന്ന് വ്യക്തമല്ല. ഇന്നലെ അച്ഛനെ കണ്ടിരുന്നുവെങ്കിലും വിവാഹത്തിൽ പങ്കെടുക്കാനുള്ള തീരുമാനം അദ്ദേഹം എടുത്തില്ലെന്ന് മൊണാലിസ സങ്കടത്തോടെ പറഞ്ഞു. പ്രായത്തെക്കുറിച്ചും മറ്റും ഉയരുന്ന വ്യാജ ആരോപണങ്ങളെയും ഇരുവരും പൂർണ്ണമായും തള്ളിക്കളഞ്ഞു. അടിസ്ഥാനരഹിതമായ വാർത്തകൾ പ്രചരിപ്പിക്കുന്നതിൽ നിന്നും എല്ലാവരും വിട്ടു നിൽക്കണമെന്നും അവർ അഭ്യർത്ഥിച്ചു. കേരളം വളരെ നല്ല സ്ഥലമാണെന്നും ഇവിടെയുള്ളവർ നല്ല മനുഷ്യരാണെന്നും വിവാഹശേഷം ഫർമാൻ പ്രതികരിച്ചു. വിവാഹ സർട്ടിഫിക്കറ്റ് ലഭിച്ചത് കെ-സ്മാർട്ട് വഴിയാണെന്ന് ഫർമാൻ വ്യക്തമാക്കി. വളരെ വേഗത്തിൽ വെറും ഒരു മണിക്കൂറിനുള്ളിലാണ് തങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് ലഭിച്ചതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പൂവാർ പഞ്ചായത്തിലെ വിലാസത്തിലാണ് വിവാഹം രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. എല്ലാ നിയമപരമായ നടപടിക്രമങ്ങളും പാലിച്ചാണ് തങ്ങൾ വിവാഹിതരായതെന്ന് ഇരുവരും ഉറപ്പിച്ചു പറയുന്നു. വിവാഹ ചട്ടങ്ങളിൽ CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, മന്ത്രി V ശിവൻകുട്ടി, ജില്ലാ സെക്രട്ടറി V ജോയി, MA റഹീം MP എന്നിവർ പങ്കെടുത്തു. പ്രമുഖ വ്യക്തികളുടെ സാന്നിധ്യം ഇരുവരും വലിയ അംഗീകാരമായാണ് കാണുന്നത്. വിവാഹം നടന്ന അരുമാനൂർ നൈനാർ ക്ഷേത്രത്തിൽ വെച്ച മേൽശാന്തി കണ്ണൂർ പൂറ്റിയാണ് ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ചത്. ഗുരുദേവ പ്രതിഷ്ഠയ്ക്ക് മുന്നിൽ വെച്ചുള്ള ചടങ്ങുകൾ ഭക്തിസാന്ദ്രമായിരുന്നു. നിലവിൽ കേരളം വിട്ടുപോകുന്ന കാര്യം ഇരുവരും ആലോചിച്ചിട്ടില്ല. കേരളത്തിലുള്ള സുരക്ഷിതമായ അന്തരീക്ഷത്തിൽ തുടർന്നും കഴിയാനാണ് ഇവർ ആഗ്രഹിക്കുന്നത്. വിവാഹശേഷം ഉയർന്നു വന്ന ആരോപണങ്ങളെ വെറും വർഗീയ പ്രചാരണങ്ങൾ മാത്രമായാണ് ഇവർ കാണുന്നത്. ഇരുവരുടെയും ജീവിതം ഒരു ഉദാഹരണമായി കാണിച്ച കേരളത്തിലെ മതേതരത്വം കൂടുതൽ ഉയർത്തിക്കാട്ടപ്പെടുകയാണ്. സമൂഹ മാധ്യമങ്ങളിൽ വലിയ പിന്തുണയാണ് ഇവർക്ക് ലഭിക്കുന്നത്. പ്രണയിക്കാൻ ഒരു മതവും തടസ്സമല്ലെന്ന് തെളിയിക്കുകയാണ് ഈ യുവ ജോഡികൾ. ലവ് ജിഹാദ് ആരോപണങ്ങൾ തങ്ങളുടെ പ്രണയത്തെ തകർക്കില്ലെന്ന് ഫർമാൻ ഉറപ്പിച്ചു പറഞ്ഞു. ഇനിയും തങ്ങൾ സിനിമയിൽ ഒന്നിച്ച് അഭിനയിക്കുമെന്നവർ കൂട്ടിച്ചേർത്തു. വൈറൽ താരമായ മൊണാലിസയുടെ വിവാഹ വാർത്ത നിമിഷങ്ങൾക്കുള്ളിലാണ് സമൂഹ മാധ്യമങ്ങളിൽ പടർന്നത്. ആരാധകർ വലിയ ആവേശത്തോടെയാണ് ഇതിനെ സ്വീകരിച്ചത്.